പിന്നെ വിവിധ 15ഓളം പദ്ധതികൾക്ക് വേണ്ടി പിൽക്കാലത്ത് ചെയ്യേണ്ട പിന്നെ പദ്ധതികൾക്ക് വേണ്ടി തഹിയ എന്നുള്ള ഫണ്ട് രൂപീകരിച്ചപ്പോൾ അതിക്ക് ഒറ്റ പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകളില്ലേ, ഏത് ഒറ്റ പൈസ കൊടുക്കരുത്, അത് പിന്നെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്നിട്ട് മതി കൊടുക്കല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി അത് മുടക്കാൻ ശ്രമിച്ചു. പക്ഷേ സമസ്തയുടെ മക്കള് അവര് മുടക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കാനാണ് ശ്രമിച്ചത്. ഇന്ന് 32 കോടിയിലധികമായി. ഇനി ഇൻഷാ അല്ലാഹ് ഇനി അതങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. സമസ്ത അതിനൊരു ലക്ഷ്യം ഇത്ര ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് അത് ഇൻഷാ അല്ലാഹ് തൗഫീഖുമാറാകും. എല്ലാവിധ സഹായങ്ങളും നൽകി നമ്മുടെ സമസ്തയെ, അതുപോലെ തന്നെ സമസ്തന്റെ സമ്മേളനത്തെ, മറ്റെല്ലാ പ്രചരണ മാർഗങ്ങളെ, മറ്റെല്ലാ പ്രവർത്തനങ്ങളെ സഹായിക്കുക, സഹകരിക്കുക നമുക്ക് അല്ലാഹു നൽകിയ അവസരമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. എന്നാൽ മഹാന്മാരോടൊപ്പം നമുക്കും തന്നെ ഒത്തുചേരാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും.